പവിത്രം സീരിയലിൻ്റെ വരാനിരിക്കുന്ന റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രം തൻ്റെ കയ്യിലുള്ള ബാഗ് വേദയുടെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് പറയുന്നുണ്ട്, അങ്ങനെ എന്നെ വിലക്കെടുക്കാൻ ആർക്കും കഴിയത്തില്ല. ഞാൻ മോശപ്പെട്ട സ്വഭാവമുള്ള ആളാണെങ്കിലും ഇങ്ങനെ ക്യാഷ് തന്ന് എന്നെ വിലക്കെടുക്കാൻ ആർക്കും കഴിയില്ല. അതിൻ്റെ അച്ഛനോട് കൂടി ഒന്ന് പറഞ്ഞേക്കെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് പുറത്തേക്ക് പോവുകയാണ്. അപ്പോഴാണ് വിക്രമിൻ്റെ ചേട്ടൻ വിനായകൻ പറയുന്നത്, വിക്രം നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ടൂറ് പോയാലോ, നമുക്ക് ഇതുവരെയും നമ്മളെല്ലാം ഒരുമിച്ച് ടൂറ് പോയിട്ടില്ലല്ലോ, നമുക്കൊന്ന് പോയാലോ എന്ന് പറയാണ്. അത് കേട്ട് വിക്രം പറയും, ഇല്ല ഞാനില്ല, നിങ്ങളെല്ലാവരും കൂടെ പോയാൽ മതി, ഞാൻ വരുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, ഓക്കെ അവനില്ലെങ്കിൽ വേണ്ട, നമുക്ക് പോകാൻ ചേട്ടാ, നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോവാം, നമ്മൾ ഫ്ലൈറ്റിലല്ലേ പോകണമെന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ എന്ന് പറയുന്നുണ്ട് ചേട്ടൻ. അപ്പോഴേക്കും അങ്ങോട്ട് വേദയുടെ ചേച്ചിയും ചേട്ടനും കൂടി വരുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ പറയുന്നുണ്ട്, വേദ നിന്നോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, തനിച്ച് സംസാരിക്കാനുള്ളതാണ്, പേഴ്സണലാണ്, ഇവരോടൊന്ന് അങ്ങോട്ട് പുറത്തേക്ക് പോകാൻ പറയാണ്. അവിടെ അമ്മയും ചേച്ചിമാരൊക്കെ നിൽപ്പുണ്ടത് കണ്ടിട്ട് ഇവരോടൊക്കെ അങ്ങ് പുറത്തേക്ക് പോകാൻ പറയും, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയും. അത് കേട്ട് വേദ പറയും, ഇല്ല ഇവിടെ എല്ലാവരോടും കൂടെ പറയാനുള്ളതാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, എനിക്ക് തനിച്ചായി ഒന്നും കേൾക്കേണ്ട, പറഞ്ഞോളൂ എന്ന് പറയും. അപ്പോൾ അമ്മ പറയും, ഇല്ല മോളെ നിങ്ങൾ സംസാരിക്കുക, ചേട്ടൻ ചേച്ചിയല്ലേ വന്നിരിക്കണത്, ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് പറയും. അപ്പോൾ വേദ സമ്മതിക്കണില്ല, എല്ലാവരും നിന്നോളൂ, എല്ലാവരോടും കൂടെ പറയാനുള്ള കാര്യമാണെങ്കിൽ മാത്രം എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറയാണ്. അപ്പോൾ ചേട്ടൻ പറയുന്നുണ്ട്, നിൻ്റെ കഴുത്തിൽ താലിയ കെട്ടിയ ആൾ നിനക്ക് അത്രയും പ്രിയപ്പെട്ടവനാണ് എന്ന് പറഞ്ഞിട്ടല്ലേ നീ വീട്ടിൽ നിൽക്കുന്നത്, അവൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത് ഞാൻ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്, അവൻ നിന്നെ 15 ലക്ഷം രൂപയ്ക്ക് വിറ്റിരിക്കുകയാണ്. അപ്പോൾ ചേച്ചി പറയുന്നുണ്ട്, 15 ലക്ഷം രൂപ ഞങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങി അവൻ ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നാളെ ഒരു പക്ഷേ വേറൊരാൾക്ക് വേണ്ടി 30 ലക്ഷം കൊടുക്കാമെന്ന് പറയുമ്പോൾ നിന്നെ വിൽക്കില്ല എന്ന് എന്താണ് ഉറപ്പ് എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് വേദയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അവൾ അങ്ങോട്ടകത്തേക്ക് പോയിട്ട് ബാഗുമായിട്ട് തിരിച്ചു വരികയാണ്. എന്നിട്ട് പറയും, ഇതല്ലേ നിങ്ങൾ പറയുന്ന 15 ലക്ഷം കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്ന ബാഗ്, എണ്ണി നോക്കിക്കോളൂ, 15 ലക്ഷം ഉണ്ടെന്ന് ഉറപ്പിച്ചിട്ടുമ്പോൾ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് പറയും, ഇത് വിക്രം എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ചേട്ടൻ ക്യാഷ് തന്ന് എന്നെ വിലക്കെടുക്കാൻ വേണ്ടി നോക്കിയ കാര്യം വിക്രം എന്നോട് പറഞ്ഞിട്ടുണ്ട്. വിക്രം ഒരു നല്ല മനുഷ്യനാണ്, വിക്രം അങ്ങനെ ഒരു മോശപ്പെട്ട ആളായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതെൻ്റെ കയ്യിൽ കൊണ്ടുതരില്ലായിരുന്നു എന്ന് പറയാണ്. ഇതെല്ലാം കേട്ട് അമ്മ അങ്ങനെ തരിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അമ്മ വിഷമിക്കൊന്നും വേണ്ട, അമ്മയുടെ മോന് നല്ല മോനാണ്, ഒരു കുഴപ്പമില്ല, ഇവർ എൻ്റെ വിക്രത്തെ ചതിക്കുകയാണ് എന്ന് പറയാണ്. അങ്ങനെ വേദയുടെ ചേട്ടനും ചേച്ചിയും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് വേദ അച്ഛനെ കോൾ ചെയ്യുമ്പോൾ ശങ്കരനാരായണൻ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, ഞാനിത് വേദയാണ്, ഹലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേദയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, എനിക്കറിയാൻ, പറഞ്ഞോ, നീ എന്തിനാണ് വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അച്ഛൻ നിങ്ങൾ ഇത്രയും മോശപ്പെട്ട ആളായിരുന്നു ഞാൻ വിചാരിച്ചില്ല, അച്ഛനെക്കുറിച്ച് ഞാൻ ഒരുപാട് അഭിമാനിച്ചിട്ടുണ്ട്, അച്ഛൻ എൻ്റെ ഒരു റോൾ മോഡലായിരുന്നു, പക്ഷേ ഇത്രയും മോശപ്പെട്ട കാര്യം അച്ഛൻ ചെയ്യുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയായിരുന്നു. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, എന്താ നീ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, അച്ഛൻ കാശ് കൊടുത്ത് തന്നെ വിലയ്ക്ക് വാങ്ങിക്കാൻ വേണ്ടി ശ്രമിച്ചില്ലേ, ആ ക്യാഷ് ഞാൻ തിരിച്ച് ചേട്ടൻ്റെ കയ്യിൽ തന്നെ അങ്ങോട്ട് കൊടുത്തു വിട്ടിട്ടുണ്ട്, അതിൽ എണ്ണി നോക്കിക്കോളൂ, ഇനി പിന്നീട് അതിൽ ക്യാഷ് കുറവുണ്ടെന്ന് പറയരുത് എന്ന് പറയാണ്. അത് കേട്ട് അച്ഛനാകെ വിഷമിച്ച് നിൽക്കുകയാണ്. അച്ഛൻ ഇതൊന്നും അറിയില്ലായിരുന്നു, അത് വേദയ്ക്ക് അറിയുന്നില്ല, അച്ഛന് അറിയാതെയാണ് അവരത് ചെയ്തിട്ടുള്ളതെന്ന വിവരം വേദയ്ക്ക് അറിയുന്നില്ല. അങ്ങനെ വേദ ഇനി ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം കേട്ട് ചേട്ടനും ചേച്ചിയും കൂടെ, അതായത് ശ്രീനിയും വർഷയും കൂടെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ കോൾ കട്ടായതിന് ശേഷം അവരുടെ അടുത്ത് ദേഷ്യപ്പെടുകയാണ്, നിങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത്, ഞാൻ അറിയാതെ നിങ്ങൾ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത്, എൻ്റെ മാനവും അഭിമാനവും ഒക്കെ പോയില്ലേ എന്ന് പറയുന്നുണ്ട്. ഇനി ഞാൻ വേദയുടെ മുഖത്ത് എങ്ങനെ നോക്കും, വേദ പറയുന്നത് ഇപ്പോൾ വിക്രമിനേക്കാളും മോശപ്പെട്ട ഒരാളാണ് അച്ഛൻ എന്നുള്ളതാണ് അവൾ പറയുന്നത്. നിങ്ങൾ എന്തിനാണ് എന്നെ മോശക്കാരനാക്കാൻ വേണ്ടി ഇങ്ങനൊരു കാര്യം ചെയ്തെന്ന് ശങ്കരനാരായണൻ ശ്രീനിയോട് ചോദിക്കുന്നുണ്ട്.